ഇസ്രയേൽ പാലസ്തീനെ അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബോവോ സുബിയാന്തോ ഇന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ജക്കാർത്തയിൽ നടന്ന ഒരു ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ഈയൊരു പ്രസ്താവന. പാലസ്തീൻ രാഷ്ട്രത്തെ ഒരു പരമാധികാര രാഷ്ട്രമായി ഇസ്രയേൽ അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ ഞങ്ങളും അംഗീകരിക്കുകയും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്യും എന്നതായിരുന്നു പ്രൊബോവോ സുബിയാന്തോയുടെ പ്രസ്താവന. നിലവിൽ ഇന്തോനേഷ്യക്ക് ഇസ്രയേലുമായി ഒരു നയതന്ത്ര ബന്ധവും ഇല്ല. അതിന് കാരണം പാലസ്തീനെ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഇന്തോനേഷ്യ എന്നും ഇരുരാഷ്ട്ര പരിഹാരത്തെ, അതായത് 2 നേഷൻ തിയറിയെ പിന്തുണയ്ക്കുന്നു. അഥവാ ഇസ്രയേലും പാലസ്തീനും നിലനിൽക്കണം, 2 രാജ്യങ്ങളെയും അംഗീകരിക്കണം. ഇതാണ് യഥാർത്ഥ സമാധാനം നിലനിർത്താനുള്ള ഏക പരിഹാരം എന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് നിലവിൽ 150ഓളം രാജ്യങ്ങൾ റാമല്ല തലസ്ഥാനമായി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നവരാണ്. 2024 മെയ്യിൽ അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ കൂടി പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഫ്രാൻസ് ഇതുവരെ പാലസ്തീനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈ വരുന്ന ജൂണിൽ പാലസ്തീനെ ഫ്രാൻസ് അംഗീകരിക്കും എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ ഏപ്രിൽ 9 ഒരു ഫ്രഞ്ച് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമായ ന്യൂയോർക്കിൽ വെച്ച് ഈ വരുന്ന ജൂൺ 3-ാം വാരത്തിൽ ഒരു വലിയ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസും സൗദി അറേബ്യയും അതിൽ സഹസംഘാടകരാണ്. ആ വലിയ ചർച്ചയിൽ 2 നേഷൻ തിയറിയാണ് ടോപ്പിക്കായി വരുന്നത്. അതായത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഇരു രാഷ്ട്രങ്ങൾക്കും പരമാധികാര പദവി നൽകുക എന്ന ഒരു ഐഡിയയാണ് ആ ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു കോൺഫറൻസിന് ശേഷമായിരിക്കണം പാലസ്തീന് ഫ്രാൻസ് നൽകുന്ന അംഗീകാരം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UK, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ഭീകരത അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനോട് വളരെ ക്ഷുഭിതനായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. അവർക്കൊന്നും ചരിത്രം അറിയില്ല എന്നതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. അതുപോലെ അന്താരാഷ്ട്ര സമൂഹം പാലസ്തീന് പരമാധികാരം നൽകണമെന്ന് ശക്തമായി പറയുന്ന ഈ ഒരു സമയത്തും ബെഞ്ചമിൻ നെതന്യാഹു വളരെ കടുത്ത സമ്മർദ്ദത്തിലാണ്. പാലസ്തീനെ അംഗീകരിച്ചാൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും എന്ന ഒരു ആശങ്കയാണ് നെതന്യാഹു പ്രകടിപ്പിക്കുന്നത്.